ഹിന്ദു തീവ്രവാദം അഥവാ ഹിന്ദുത്വം ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഉൾപ്പെടെയുള്ള മതവിഭാഗങ്ങൾക്കിടയിലുള്ള സമൂഹ ബന്ധങ്ങൾ വഷളാക്കുമെന്നും ബ്രിട്ടീഷ് പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മുസ്ലിങ്ങളോടുള്ള പൊതുവായ വിദ്വേഷം കാരണം ബ്രിട്ടനിലെ തീവ്ര ഹിന്ദുത്വവാദികൾ രാജ്യത്തെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുമായി സഖ്യം സ്ഥാപിക്കുന്നുണ്ടെന്ന തരത്തിൽ പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമം ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇന്ത്യയുടെ കർക്കശക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള തീവ്ര സ്വഭാവമുള്ളവർ, അതുപോലെ ഹിന്ദുക്കളോട് ഏതൊക്കെ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണമെന്നും ആരൊക്കെ ഒഴിവാക്കണമെന്നും പറഞ്ഞ് ബ്രിട്ടീഷ് തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ സാധ്യതയുണ്ടെന്നും നാഷണൽ പോലീസ് ചീഫ്സ് കൗൺസിൽ സമാഹരിച്ച രഹസ്യ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ബ്രിട്ടനിലെ തീവ്രവാദ ആശയത്തിനെതിരായ ആഭ്യന്തര വകുപ്പിന്റെ ക്യാമ്പയിൻ പൂർത്തിയാക്കി 2 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് പ്രധാനമായിട്ടും പുറത്തുവരുന്നത്. 2022 ലെസ്റ്ററിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിൽ ഹിന്ദുത്വവാദികൾക്ക് പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഇതാദ്യമായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാക്കിയ ആഭ്യന്തര റിപ്പോർട്ടിൽ ഹിന്ദുത്വവാദത്തെ ആശങ്കയായി പരാമർശിക്കുന്നത്. ഹൈന്ദവ മതത്തിൽ നിന്ന് വ്യത്യസ്തമായി അക്രമാസക്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം. അത് ഇന്ത്യൻ ഹിന്ദുക്കളുടെ രാഷ്ട്രീയ ആധിപത്യത്തിനും ഇന്ത്യയിൽ സമ്പൂർണ്ണ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിനും വേണ്ടി നിലകൊള്ളുന്ന മുന്നേറ്റം കൂടിയാണ്. ബ്രിട്ടനിലെ ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഇപ്പോഴും കാര്യമായി തന്നെ പ്രകടമാണ്. ഇത് പുറത്തേക്ക് എങ്ങനെ വ്യാപിക്കുമെന്നതിന്റെ തെളിവാണ് ലെസ്റ്ററിലെ സംഭവങ്ങൾ തന്നെ. ബ്രിട്ടനിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നതിനായി തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റായ ടോമി റോബിൻസൺ എന്ന സ്റ്റീഫൻ യാക്സിലൻ ചില ഹിന്ദു ഗ്രൂപ്പുകളുമായി ഇതിനോടകം തന്നെ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. ടോമി റോബിൻസന്റെ സാന്നിധ്യത്തെ ചില ഇന്ത്യൻ മാധ്യമങ്ങളും ബ്രിട്ടീഷ് ഹിന്ദുക്കളിൽ ഒരു വിഭാഗവും സ്വാഗതം ചെയ്യുന്നതായും മനസ്സിലാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം തന്നെ മുസ്ലിം വിദ്വേഷ ഉള്ളടക്കം ഉൾപ്പെടെയുള്ള പൊതുവായ ചില കാര്യങ്ങളിൽ ബ്രിട്ടനിലെ ഹിന്ദുത്വ അനുകൂലികളും ബ്രിട്ടീഷ് തീവ്ര വലതുപക്ഷ സംഘടനകളും തമ്മിലുള്ള ഒരു ഐക്യവും നിലനിൽക്കുന്നുണ്ട്. ചില യൂറോപ്യൻ വലതുപക്ഷ തീവ്രവാദികൾക്കും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ചില വശങ്ങൾ ആകർഷകമായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഈ പഠനം കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2011 ജൂലൈയിൽ നോർവേയിൽ 77 പേരെ കൊലപ്പെടുത്തിയ തീവ്ര വലതുപക്ഷ വംശീയവാദിയായ ആൻഡേഴ്സ് ബ്രീവിക്കിനെ പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ടിൽ ഈ നിരീക്ഷണമെന്നും പറയാം. ഹിന്ദുത്വവാദത്തെ ബ്രീവിക് പ്രശംസിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ബ്രിട്ടനിലെ ഹിന്ദുത്വവാദികളും വെള്ള വംശീയവാദികളും തമ്മിലുള്ള സഖ്യത്തെ രാജ്യത്തെ മിതവാദ ഹിന്ദുക്കളുടെ കൂട്ടായ്മ തള്ളിപ്പറഞ്ഞതായും NPCC റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോദിയുടെ BJPയുമായി അടുപ്പം കാണിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ ബ്രിട്ടന്റെ തിരഞ്ഞെടുപ്പിൽ ഇടപെടുന്നുവെന്ന ആശങ്കയും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 2019 പൊതു തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചാരണ രീതികളും റിപ്പോർട്ട് എടുത്തു പറയുകയുണ്ടായി. ബ്രിട്ടനിലെ 10 ലക്ഷം ഹിന്ദുക്കളിൽപ്പെട്ട വോട്ടർമാരെ ലക്ഷ്യം വെച്ച് വാട്സപ്പ് പ്രചാരണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യരുതെന്നും ടോറികൾക്ക് വോട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. മാത്രമല്ല, ജെറാമി കോർബിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ഹിന്ദുവിരുദ്ധരായി പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണക്കാർ ലെസ്റ്ററിലും UK-യിലും മറ്റ് നഗരങ്ങളിലും ഹിന്ദുക്കളോട് കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന വിവരങ്ങൾ പ്രചരിപ്പിച്ചതായി തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ശാഖയായ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJPയുടെ UK ബ്രാഞ്ച് 48 മാർജിനൽ സീറ്റുകൾ കൺസർവേറ്റീവുകൾക്ക് വേണ്ടി പ്രചാരണം നടത്തിയതായും NPCC വെളിപ്പെടുത്തുകയുണ്ടായി.